ഹലോ എവരിവൺ, ലെറ്റ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹാവ് എ ടെക് ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. സോ കുറച്ച് ന്യൂസേ ഉള്ളൂ, അപ്പം നമുക്ക് ന്യൂസിലോട്ട് പോകാം. അങ്ങനെ സാംസങ്ങിന്റെ A9s ടാബില് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. UI8 അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും A9s യൂസ് ചെയ്യുന്നവരെല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന്. UI8 അപ്ഡേറ്റ് ആണ് സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ iQ15 പ്രൈസ് ലീക്ക് ആയിട്ടുണ്ട്. 12GB 256 ആണെങ്കിൽ 73,000ഉം, ഇത് 16GB 512 ആണെങ്കിൽ 18,000 ആണ് വരുന്നത്. November 26 ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. സോ വരും ദിവസങ്ങളിൽ ഈ ഫോണിന്റെ ഒരു റിവ്യൂ ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ ചാനലിൽ. നോക്കട്ടെ, ഫോൺ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു റിവ്യൂ ചെയ്തിട്ടിരിക്കും. അങ്ങനെ റെഡ് മാജിക്കിൽ ഒരു പുതിയ സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, റെഡ് മാജിക് 11 Pro. അതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആണ് വരുന്നത്. അതുപോലെ അതിന്റെ ഡിസ്പ്ലേ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വരുന്ന 1800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും 6.85 ഒരു സ്ലിം ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അലുമിനിയം ആണ് ഇതിന്റെ ബോഡി സ്ട്രക്ചർ വരുന്നത്. അതുപോലെ അതിന്റെ സോഫ്റ്റ്വെയർ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 16 റെഡ് മാജിക് OS 11 ആണ് വരുന്നത്. അങ്ങനെ അതിന്റെ ക്യാമറ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അൾട്രാ വൈഡും നോക്കിയാൽ 50 മെഗാ പിക്സൽ 2 മെഗാ പിക്സലിന്റെ മാക്രോ ആണ് വരുന്നത്. അതുപോലെ 8K 30 FPS 4K 1360 FPS അതുപോലെ 1080p 30 60 120 FPS വരെ അതിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 7500 mAh ബാറ്ററി ബാക്കപ്പ് അതിൽ വരുന്നുണ്ട്. 80 വാട്ടിന്റെ ചാർജിങ്ങും അതുപോലെ വയർലെസ് ചാർജിങ് 80 വാട്ടാണ് വരുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ഫീച്ചേഴ്സ്. പക്ഷേ ഒരു ഗെയിമിംഗ് ഫോണാണ്, സംഭവം കൊള്ളാം, കിട്ടില്ലോ. അങ്ങനെ മോട്ടോറോളയുടെ G57 പവർ എന്നുള്ള സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 6s Gen 4 ആണ് എൻ്റെ പ്രൊസസ്സർ വരുന്നത്. അതിൻ്റെ ഡിസ്പ്ലേ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 6.72 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 1050യുടെ പീക്ക് നിറ്റ്സ് ആണ് വരുന്നത് ബ്രൈറ്റ്നസ്. സോ ബാക്കി അതിൻ്റെ ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 7000 mAh ബാറ്ററി ബാക്കപ്പും 30 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 16 ആണ് എൻ്റെ OS വരുന്നത്. അങ്ങനെ ക്യാമറ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ വൈഡ് സോണി സെൻസർ വരുന്ന ഒരു ക്യാമറയും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആണ് വരുന്നത് ബാക്ക് സൈഡ്. ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു നോർമൽ ക്യാമറയാണ് വരുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇതൊരു 11,000 14,000 ആ ഒരു ലെവലിലാണ് വരുന്നത്. 10,000 അല്ലെങ്കിൽ 14,000 രൂപയുടെ റേഞ്ചിലാണ് ഇത് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണാണ്. പക്ഷേ അത്ര വലിയ കിട്ടുന്ന ഫോണായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിനേക്കാളും റിയൽമിയുടെ P4 കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തിനി കുറച്ച് കിടന്ന ന്യൂസുകളായിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഇനി പുതിയ കുറച്ച് അൺബോക്സിങ് വീഡിയോസും പുതിയ ഗാഡ്ജറ്റ്സിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് നാളെ പാക്കലാം. ബൈ.